എൻ്റെ പേര് ദിനൂപ്, ഇതെൻ്റെ വൈഫ് ദിവ്യ. ഞങ്ങൾ തൃശ്ശൂർ കോളങ്ങാട്ടുകാരെയാണ് സ്ഥലം. ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്. ഏകദേശം ഒരു 2200 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം താഴെയും 1 ബെഡ്റൂം മുകളിലായിട്ട്. ഈ വീടിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്പൺ തീമിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ഡോസും വലിയ വിൻഡോസും അതുപോലെ തന്നെ ഒത്തിരി ജാളി വർക്കുകളൊക്കെ ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. കിച്ചൺ എന്ന് പറയുമ്പോൾ പ്രൈമറി ആയിട്ട് ഞാൻ പറഞ്ഞ റിക്വയർമെൻറ്റ് ഓപ്പൺ ആയിരിക്കണം. എനിക്ക് കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ ഭാഗവും കാണാൻ പറ്റണം. പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റണം. പിന്നെ ഈ വീട്ടിൽ കുട്ടികളായാലും എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ പറ്റണം. അതായിരുന്നു എൻ്റെ പ്രൈമറി റിക്വയർമെൻറ്റ്. അതിനനുസരിച്ച് തന്നെ നമ്മളിവിടെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വീട്ടിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇതാണ്. നമുക്ക് ഈവനിങ് ഒക്കെ വന്ന് റിലാക്സ് ചെയ്തിരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഈ ഒരു ബാൽക്കണിയുടെ വ്യൂവും അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. ഓപ്പൺ തീം ആയതുകൊണ്ട് തന്നെ പകല് ഈ വീട്ടിൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. ആ ഒരു വെളിച്ചം നമുക്ക് രാത്രിയും കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് പ്രൊഫൈൽ ലൈറ്റ്സും എസ്തെറ്റിക് ലൈറ്റ്സും ഷാൻലിയേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു ഇനീഷ്യൽ പ്ലാനിങ് സ്റ്റേജിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UPS പ്ലേസ്മെൻറ്റ് എങ്ങനെ വേണം എന്നതിനെ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടായില്ല. അല്ലെങ്കിൽ അതൊരു ഞങ്ങളുടെ ഒരു പ്ലാനിങ് പാളിച്ചയാണ് സംഭവിച്ചത്. എനിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നോർമൽ UPS വിത്ത് ബാറ്ററി ബാക്കപ്പ് ആയിട്ടുള്ള ഒരു UPSലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഇൻവെർട്ടറിലേക്ക് പോകാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാകുന്നില്ല. കാരണം അതിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ബാറ്ററി വാട്ടർ നിറയ്ക്കണം, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പൊതുവേ ഇത്തിരി മടിയുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിനൊക്കെ നിൽക്കാനായിട്ട് കുറച്ച് മടി ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഈ വീടിൻ്റെ ഒരു എസ്തെറ്റിക്സിൽ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല. സാധാരണ വീടുകളിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയയിലോ അല്ലെങ്കിൽ ഈ കോണിയുടെ ചോട്ടിലൊക്കെ ആയിരിക്കും നോർമലി അത് ചെയ്യാറ്. അപ്പോൾ അത് ഇത്തിരി ക്ലട്ടേഡായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലംസി ആയിട്ട് ഒരു ഫീല് വരാറുണ്ട്. അങ്ങനെ ഒരു റിക്വയർമെൻറ്റിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചത് ഇങ്ങനെ ഒരു എന്താണ് നമുക്ക് അടുത്തൊരു സൊല്യൂഷൻ ഉള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഹൈക്കൻ്റെ ലിഥിയം ഇൻവെർട്ടർ ആയിട്ടുള്ള ഹാലോ 3000 പറ്റി ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇതിൽ തന്നെ 2 മോഡൽ അവൈലബിൾ ആയിരുന്നു. 1200 അതുപോലെ തന്നെ ഹാലോ 3000 എന്ന് പറഞ്ഞ മോഡൽ. നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തത് ഹയർ മോഡലാണ്, 3000 മോഡലാണ് എടുത്തത്. ഇപ്പോൾ പവർ പോയാലൊന്നും ഞങ്ങൾ അറിയാറില്ല. റെഗുലർ ആയിട്ടുള്ള എല്ലാ യൂസുകളും നടന്നു പോകാറുണ്ട്. ലൈറ്റ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഈ പറയുന്ന പമ്പ് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്പേസ് എന്താ പറയുക സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഈ വീട്ടിലിത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു ഇൻവെർട്ടർ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു ഫീലില്ല. ഒരു ചെറിയൊരു ബോക്സിനകത്താണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അസ്തെറ്റിക്സിനെ ഒട്ടും തന്നെ ബാധിക്കാത്ത രീതിക്കാണ് ഞങ്ങളത് പ്ലേസ് ചെയ്തത്. സോ അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.